നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു തർക്കമാണ്. 3 തർക്കങ്ങളുണ്ട്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇരുഭാഗത്തും നിൽക്കുന്ന നിയമപരമായ 3 തർക്കങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തു. അതിൽ മറ്റൊന്നുമല്ല, മധുര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ഇപ്പോഴുള്ളത് ഷാഹി ഈദ്ഗാഹ് എന്ന ഒരു മസ്ജിദാണ്. ആ മസ്ജിദ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ഒരു ക്ഷേത്രം, ഒരു ജയിലറ ഉണ്ടായിരുന്നു. അത് പിന്നീട് ക്ഷേത്രമായി. അത് തകർത്തിട്ടാണ് ഈ ഷാഹി ഈദ്ഗാഹ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് നിലനിൽക്കുന്നത് എന്ന് അവിടുത്തെ ഹിന്ദു വിഭാഗം ആരോപിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം വിഭാഗം, മസ്ജിദ് കമ്മിറ്റി അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ നിയമപരമായ പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് എന്നത് ഗ്യാൻവാപ്പി മോസ്ക്, വാരാണസിയിലെ ഒരു മോസ്കാണ്. ആ മോസ്ക് കണ്ടാൽ തന്നെ അറിയാം അത് ക്ഷേത്രം തകർത്തിട്ടാണ് പണിതിരിക്കുന്നത് എന്ന്. അതിനുള്ളിൽ യഥാർത്ഥ കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിനുള്ളിൽ ഈ അടുത്ത കാലത്ത് സർവേ ഒക്കെ നടത്തിയതും ശിവലിംഗങ്ങളൊക്കെ കിട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ അവർ തമ്മിൽ, അല്ലെങ്കിൽ മസ്ജിദ് കമ്മിറ്റിയും അവിടുത്തെ ഹിന്ദു വിശ്വാസികളും തമ്മിൽ വലിയ നിയമ പോരാട്ടം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി സംഭാൽ എന്ന് പറയുന്ന ഒരു മോസ്ക്, സംഭാലിലെ ഷാഹി ജമാ മസ്ജിദ്, അവിടെ ഒരു വലിയ കലാപമൊക്കെ ഉണ്ടായതാണ്. ഈ ഷാഹി ജമാ മസ്ജിദ് ഒരു കൽക്കി ക്ഷേത്രം, അതായത് വിഷ്ണുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവതാരം, അതിനിയും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവതാരത്തിൻ്റെ ജന്മഭൂമിയായിരിക്കും സംഭാൽ. അങ്ങനെ ഒരു പുണ്യഭൂമിയാണ്. അവിടെ ആ കൽക്കി അവതാരത്തെ സങ്കല്പിച്ചുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം തകർത്തിട്ടാണ് ഈ പറയുന്ന മോസ്ക്, ഷാഹി ജമാ മസ്ജിദ് എന്ന് പറയുന്ന മോസ്ക് അവിടെ പണിതിരിക്കുന്നത് എന്നാണ് ഹിന്ദു വിഭാഗം. അഡ്വക്കേറ്റ് ഹരിശങ്കറൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് കോടതിയിൽ പോവുകയും കോടതി അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന നടത്താൻ ഉത്തരവിടുകയും അതനുസരിച്ച്, കോടതി വിധി അനുസരിച്ച് അവിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ അവിടെയുള്ള മതമൗലികവാദികൾ എതിർക്കുകയും തടയുകയും ഒക്കെ ചെയ്തു. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോയി. അവിടെ നിന്ന് ആയുധങ്ങൾ, പാകിസ്ഥാൻ നിർമ്മിത ആയുധങ്ങൾ വരെ കണ്ടെടുത്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ പോകുന്ന 3 തർക്ക വിഷയങ്ങളാണ് ഈ പറഞ്ഞ 3 എണ്ണവും. ഈ 3 തർക്ക വിഷയങ്ങളും രമ്യമായി പരിഹരിക്കണമെന്നും ചർച്ചയിലൂടെ, മധ്യസ്ഥതയിലൂടെ പരിഹരിക്കണമെന്നും ഈ 3 തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. അത് സുപ്രീം കോടതിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. കേസുകൾ പരമാവധി മധ്യസ്ഥതയിലൂടെ, ആ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ, ഒരുപാട് തർക്കങ്ങളില്ലാതെ, സമയം പാഴാക്കാതെ ആ കേസുകൾ കെട്ടിക്കിടക്കുന്നതെല്ലാം തീർപ്പായി പോകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി സമാധാൻ സമാരോഹ് എന്ന പേരിൽ സുപ്രീം കോടതി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 പ്രധാനപ്പെട്ട കേസിലെ കക്ഷികൾക്കും നോട്ടീസ് അയച്ചത് സുപ്രീം കോടതി. പക്ഷേ ഈ 3 കക്ഷികളും ഇപ്പോൾ ഈ നോട്ടീസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഈ മധ്യസ്ഥത സുപ്രീം കോടതി വാഗ്ദാനം ചെയ്ത മധ്യസ്ഥത നിരസിച്ചിരിക്കുകയാണ്. അതായത് മധ്യസ്ഥത വേണ്ട, ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഈ കക്ഷികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ 3 ക്ഷേത്രങ്ങളിലെയും ഹിന്ദു വിഭാഗവും അതോടൊപ്പം തന്നെ മസ്ജിദ് കമ്മിറ്റികളുമെല്ലാം കേസ് തന്നെ ആയിക്കോട്ടെ, കോടതി നടപടികൾ മുന്നോട്ട് പോകട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ്. കാരണം ഈ 3 സ്ഥലങ്ങളിലും ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായ ധാരാളം തെളിവുകൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. കാരണം ഗ്യാൻവാപ്പിയിലൊക്കെ ആ കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ തന്നെ പുരാതനമായ ക്ഷേത്രം തകർത്ത് തന്നെയാണ് ആ മസ്ജിദ് പണിതിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല വീഡിയോ സർവേ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്, ഇതിലെല്ലാം ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായ തെളിവുകളും കണ്ടുപിടുത്തങ്ങളുമുണ്ട്. ഇതിനെ ഒരു കാരണവശാലും തിരസ്കരിച്ചു കളയാൻ കോടതിക്ക് കഴിയില്ല. അടുത്തത് ശ്രീകൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതുപോലെ തെളിവുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അവിടെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനകളൊക്കെ നടന്നു കഴിഞ്ഞതാണ്. സംഭാലാണ് ഏറ്റവും ഒടുവിലായി വന്ന തർക്കം. അവിടെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അത് ഇനിയും പുറത്തു വരാനുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തെളിവുകൾ ഹിന്ദു വിഭാഗത്തിന് അനുകൂലമാണ്. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കേസ് തോറ്റാലും ഇരവാദം ഉന്നയിക്കാമെന്നൊരു ആനുകൂല്യം മസ്ജിദ് കമ്മിറ്റികൾക്കുണ്ട്. രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ തങ്ങളുടെ ആരാധനാലയങ്ങൾ ഇങ്ങനെ ഈ സർക്കാർ തകർക്കുകയാണ്, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗം തകർക്കുകയാണ് എന്നൊരു നിലപാട് സ്വീകരിക്കാനും ചില മുസ്ലിം സംഘടനകൾക്കടക്കം കഴിയുമെന്നുള്ളത് മറുഭാഗത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ആരും രമ്യതയിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു കാരണവശാലും അവിടെ ഏതെങ്കിലും തരത്തിൽ, കാരണം അയോധ്യ ശ്രീരാമ ജന്മഭൂമി അത് തീർച്ചയായും ദീർഘകാലമായി ഹിന്ദുക്കളുടെ ഒരു അഭിലാഷമായിരുന്നു. അത് ഹിന്ദുക്കൾക്ക് അനുകൂലമായി നിയമവിധി ഉണ്ടായി. ഇപ്പോൾ അവിടെ ക്ഷേത്രവുമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ശിവലിംഗം തപ്പണ്ട എന്ന് RSS മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും അടിച്ചമർത്തലുകൾ
ഇടപെടലുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് കാലാന്തരത്തിൽ ക്ഷേത്രങ്ങൾ മോസ്കുകളായി ധാരാളം മാറിയിട്ടുണ്ടാകാം. പക്ഷേ ഇനിയൊരു സംഘർഷത്തിലേക്ക് മറ്റും പോകണ്ട എന്ന് ദേശീയ നേതൃത്വം, RSSന്റെ ദേശീയ നേതൃത്വം അടക്കം നിലപാടെടുത്തിരുന്നു. ആ സാഹചര്യത്തിൽ പക്ഷേ പ്രാദേശികമായി രൂപം കൊണ്ട തർക്കങ്ങളാണിവ. ആ തർക്കങ്ങൾ പോലും രമ്യമായി പരിഹരിക്കുക, അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഇരുവർക്കും നൽകുക, അങ്ങനെയുള്ള രമ്യമായ പരിഹാരം സാധ്യമാണ്. അങ്ങനെയുള്ള പരിഹാരമാവാം എന്ന രീതിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. പക്ഷേ ഇരുഭാഗവും കടുംപിടുത്തം തുടരുകയാണ്. കേസുമായി തന്നെ മുന്നോട്ട് പോകാമെന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ 3 തർക്കങ്ങളും കോടതി കയറും, ദീർഘനാൾ കോടതിയിൽ ചർച്ചയിൽ ഉണ്ടാകും എന്ന് വ്യക്തമാവുകയാണ്. ഈ 3ലും ഹിന്ദു വിഭാഗത്തിന് നിയമപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻതൂക്കമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്.